മുഹമ്മദ് നബിയെ ഞങ്ങളുടെ രോഗം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. മമ്പറത്തെ തങ്ങളെ, CM മടവൂരെ, റിഫായി ഷേഖെ ഞങ്ങളുടെ രോഗം മാറ്റണമേ എന്നിങ്ങനെ സകല അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിച്ചു പ്രാർത്ഥിക്കൽ അവരെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ തന്നെ സുന്നികളുടെ പേരിൽ നിരന്തരമായി വഹാബികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആശയാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നുള്ള വിഷയം. അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ക്ലിപ്പുകൾ മുമ്പിൽ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ആദ്യം നിങ്ങൾ ഈ സംസാരം ഒന്ന് കേൾക്കുക. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും സമസ്തയും തമ്മിലുള്ള വ്യത്യാസം അടിസ്ഥാനപരമായ വിഷയത്തിൽ തന്നെയാണ്. ഉദാഹരണം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും സമസ്തയും തമ്മിലുള്ള വ്യത്യാസം അടിസ്ഥാനപരമാണ്. ഓക്കെ, റെഡിയാണ്. കാരണം അഹ്ലുസുന്ന എന്ന് ഇവർ ഓമനട്ട് പേരിട്ട് വിളിക്കുന്ന വഹാബി മതക്കാർ പറയുന്ന അള്ളാഹുവും യഥാർത്ഥ സുന്നത്തി ജമാഅത്തിന്റെ ആളുകളായ സമസ്തക്കാരും പറയുന്ന അള്ളാഹുവും വ്യത്യാസമുണ്ട്. കൈയും കാലും കണങ്കാലും വരെ ഉള്ള അള്ളാഹുവാണ് ഈ പറയുന്ന വഹാബി മതക്കാരുടെ അള്ളാഹു. എന്നാൽ സുന്നത്തി ജമാഅത്തിന്റെ സമസ്തക്കാരുടെ വിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹു താലാക്ക് കൈയില്ല, കാലില്ല, ഒരവയവുമില്ല, സൃഷ്ടികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തനാണ് അള്ളാഹു താല. കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്നവരാണ് സമസ്തക്കാർ. ഇനി ഇദ്ദേഹം പറയട്ടെ. അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് തർക്കത്തിലിരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അത് നമ്മൾക്കൊന്ന് കേൾക്കാം. അഹ്ലുസുന്നയിൽപ്പെട്ട ഒരാൾക്ക് രോഗമുണ്ടായാൽ അവർ അള്ളാഹുവേ ഞങ്ങളുടെ രോഗം മാറ്റണമേ എന്നു മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. എന്നാൽ സമസ്തയിൽപ്പെട്ട ആളുകൾക്ക് രോഗം വന്നാൽ അവർക്ക് അനുവദനീയമാണ്. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ഇവർ ഓമനപ്പേരിട്ട് വിളിക്കുന്ന വഹാബി മതക്കാർ. അവർ പറയുന്നത് ഒരു രോഗമുണ്ടായാൽ അള്ളാഹുവിനോട് മാത്രമേ ഞങ്ങൾ ദുആ ചെയ്യാറുള്ളൂ, മറ്റൊരാളോടും ഞങ്ങൾ ദുആ ചെയ്യാറില്ല എന്നാണ് അവർ പറയുന്നത്. അള്ളാഹു താലോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളൂ. എന്നാൽ സുന്നികളായ സമസ്തക്കാരായ ആളുകൾ അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാറുണ്ട് എന്നാണ് അടുത്ത അദ്ദേഹം സംസാരിക്കുന്നത്. എന്നാൽ സമസ്തയിൽപ്പെട്ട ആളുകൾക്ക് രോഗം വന്നാൽ അവർക്ക് അനുവദനീയമാണ് അള്ളാഹുവേ ഞങ്ങളുടെ രോഗം മാറ്റണമേ എന്ന് പറയാം. തീർച്ചയായിട്ടും അള്ളാഹുവെ നമ്മുടെ രോഗം മാറ്റണേ എന്ന് സുന്നികൾ പറയാറുണ്ട്. അല്ലാഹുമ്മ ശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആ കൂടിയാണത്. ആ ദുആ സുന്നികൾ ഉച്ചരിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ ദുആ ചെയ്യാറുള്ളതും സുന്നികൾ തന്നെയാണ്. ഇനി അദ്ദേഹം പറയട്ടെ. മുഹമ്മദ് നബിയെ ഞങ്ങളുടെ രോഗം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കും. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തൊരു കോട്ടി മാറ്റി അവതരിപ്പിക്കലാണ് ഇവർ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം തേടാറുണ്ട് എന്ന് പറയേണ്ട വിഷയത്തെ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറഞ്ഞ് സുന്നികളെ മുഴുവനും മുശ്രിക്കാക്കാനുള്ള ഹിഡൻ അജണ്ടകളാണ്, തന്ത്രങ്ങളാണ് ഈ വഹാബികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മമ്പറത്തെ തങ്ങളെ, CM മടവൂരെ, റിഫായി ഷേഖെ ഞങ്ങളുടെ രോഗം മാറ്റണമേ എന്നിങ്ങനെ സകല അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിച്ചു പ്രാർത്ഥിക്കൽ അവരെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമാണ്. മമ്പുറത്തെ തങ്ങളെ, CM മടവൂരെ, മുഹിയുദ്ദീൻ ഷേഖ് എന്നൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ട് എന്ന് ഇദ്ദേഹം പറയുമ്പോൾ നമുക്ക് അവിടെ പറയാനുള്ളത്, സുന്നികൾ ഒരിക്കലും വിളിച്ചു പ്രാർത്ഥിക്കാറില്ല. എന്താണ് ഈ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ള വിഷയം ഖുർആനിന്റെ വെളിച്ചത്തിലോ ഹദീസിന്റെ വെളിച്ചത്തിലോ ഒരു പ്രമാണത്തിന്റെ വെളിച്ചത്തിലും തെളിയിക്കാൻ ഇവരെ കൊണ്ട് സാധ്യവുമല്ല. അങ്ങനെ സാധ്യമാകുമായിരുന്നെങ്കിൽ ഇവരുടെ തലതൊട്ടപ്പന്മാരായ വഹാബി നേതാക്കന്മാർക്ക് സാധ്യമാകേണ്ടിയിരുന്നു. വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ള വിഷയം അത് സുന്നികൾ ചെയ്യുന്നുണ്ട് എന്നും അത് ഖുർആനിനും സുന്നത്തിനും എതിരാണ് എന്ന് സമർത്ഥിക്കാൻ പോലും ഇവർക്ക് സാധ്യമായിട്ടില്ല. സംസാരിച്ച വിഷയം നബിതങ്ങളോട് വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ ചെയ്യുന്ന വിഷയം സഹായം തേടലാണ്. അതിനാണ് നമ്മൾ തെളിവ് കണ്ടെത്തേണ്ടത്. തീർച്ചയായിട്ടും അതിന് തെളിവുണ്ട്. എന്താണ് തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം തേടിയതിന്റെ തെളിവാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു, നബി തങ്ങളുടെ അരുമ ശിഷ്യനായിരുന്ന അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് കാലിന് ചെറിയ പ്രയാസം ബാധിച്ചപ്പോ ഖദിറത്ത് റിജ്ലു ലിബ്നി ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ തങ്ങളുടെ കാലിന് ചെറിയ പ്രയാസം ബാധിച്ചപ്പോ ഫഖാല ലഹു റജുലുൻ, ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഉസ്കുർ അഹബ്ബൻ നാസി ഇലൈക, നിങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ നിങ്ങൾ വിളിച്ചുകൊള്ളൂ, നിങ്ങൾ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞപ്പോ ഫഖാല അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ നബിയെ എന്നാണ് വിളിച്ചത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതേ ഒരു അവസ്ഥ, ഇതേ ഒരു ആശയമാണ് സുന്നികൾ സ്വീകരിച്ചിട്ടുള്ളത്. അള്ളാഹുവിനോടും പ്രാർത്ഥിക്കുന്നു, അത് നബി തങ്ങൾ പഠിപ്പിച്ചു. അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നു, അള്ളാഹു താല അവർക്ക് കൊടുക്കും, സഹായം ചെയ്യാനുള്ള കഴിവുകൾ അള്ളാഹ് കൊടുക്കുമെന്നും
അള്ളാഹുവുമായിട്ട് അവർക്ക് ഇടപെടാൻ സാധിക്കുമെന്നും എന്ന വിശ്വാസത്തിലാണ് സുന്നികൾ സഹായം തേടുന്നത്. ഇദ്ദേഹം പറയുന്ന വിഷയോ സുന്നികൾ മുഴുവനും വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് എന്ന ഒരു വിഷയം പറഞ്ഞിട്ട് സുന്നികളെ മുഴുവനും മുശ്രിക്കും കാഫിറും ആക്കാണ്. ഇതിൽ അദ്ദേഹം സംസാരിക്കട്ടെ. അവരോട് നമുക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ച ചോദ്യമാണ് ചോദിക്കാനുള്ളത്. അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, വ്യത്യസ്തരായ ഒരുപാട് രക്ഷിതാക്കളാണോ അതല്ല ഏകനും സർവാധികാരിയുമായ അള്ളാഹുവാണോ ഖൈർ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആശയം തിരിച്ച് അവരോടാണ് പറയാനുള്ളത്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം, കാര്യകാരണ ബന്ധങ്ങൾക്ക് ദീതം എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തമാക്കിയിട്ട് അള്ളാഹുവിന് ഇന്ന കഴിവുകൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തവർ ഈ പറയുന്ന വഹാബികളാണ്. എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുസുന്നയുടെ യഥാർത്ഥ സുന്നികളുടെ വാദം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിവ് കൊടുത്താൽ, അള്ളാഹു തആല അപ്പോൾ കഴിവ് കൊടുക്കുകയാണെങ്കിലാണ് ഏതൊരു മനുഷ്യനേക്കും സഹായിക്കാൻ കഴിയുക. ഡോക്ടർ ആണെങ്കിലും, ഉമ്മയാണെങ്കിലും, ഉപ്പയാണെങ്കിലും, സഹോദരനാണെങ്കിലും, കൂട്ടുകാരനാണെങ്കിലും, ആരാണെങ്കിലും അവർക്കൊക്കെയും അള്ളാഹു തആല കഴിവ് കൊടുത്തെങ്കിലേ അവർക്ക് സഹായിക്കാൻ കഴിയൂ എന്ന വിശ്വാസമാണ് ഞമ്മക്കുള്ളത്. അത് നബിമാരും കണക്കാണ്, ഔലിയാക്കളും കണക്കാണ്, ഡോക്ടർമാരും കണക്കാണ്. എല്ലാവർക്കും അള്ളാഹു കൊടുക്കണം. ആ കഴിവ് അല്ലാഹ് കൊടുക്കുമ്പോൾ മാത്രമേ അവർക്ക് സഹായിക്കാൻ കഴിയൂ എന്നാണ് സുന്നികൾ വിശ്വസിക്കുന്നത്. എന്നാൽ ആ സുന്നികളുടെ വിശ്വാസത്തെ മുഴുവനും മാറ്റിമറിച്ച് നിങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഒരാൾക്കൊരു രോഗം വന്നാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾക്ക് രോഗം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം തേടാൻ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തുനബിയെ കൂടെ ജീവിച്ച് മുത്തുനബിയെ ഫോളോ ചെയ്ത സ്വഹാബിയാണ്. ആ സ്വഹാബി ചെയ്യണമെങ്കിൽ അത് മുത്തുനബിയുടെ അനുവാദമുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർമാരെ അടുത്ത് പോകാൻ, ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുന്നികൾ ഈ മൂന്ന് കാര്യം ചെയ്യാറുണ്ട്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, മഹാന്മാരോട് സഹായം തേടുന്നു, അതുപോലെ തന്നെ ഡോക്ടർമാരുടെ ചികിത്സകൾ തേടുന്നു. ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യുന്ന സുന്നികളാണ്. എന്നാൽ ഇവര് പറയണതോ ഡോക്ടർമാരുടെ അടുക്കലേക്ക് പോകുന്നത് ശിർക്കാണ് എന്നാണ്. ഡോക്ടർ മരുന്ന് തരും, സൂക്കേട് 3 ദിവസം കൊണ്ട് മാറും. പിറ്റേത്തെ മാസം സൂക്കേട് വന്ന അപ്പൊ തന്നെ അതേ ഡോക്ടറത്തേക്ക് പോകും. അതിനൊക്കെ വലിയ ശിർക്ക് വരെന്താ? ഡോക്ടർമാരുടെ അടുക്കലേക്ക് പോകൽ തനി ശിർക്കും കുഫറുമാണ് എന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ടാണ് ഇവർ നമ്മളുടെ മേലിൽ പറയുന്നത് നിങ്ങൾ അള്ളാഹു അല്ലാത്തവരുടെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്, രോഗം വന്നാൽ നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ 3 ഓപ്ഷനുകളും സ്വീകരിക്കുന്നത് സുന്നികളാണ്. ഇവരോ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറ്റു 2 ഓപ്ഷനുകളെയും മാറ്റിവെക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവരാണ് മതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ദീനിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മളാണ് യഥാർത്ഥ സുന്നികൾ. കാരണം മുത്തുനബി സുന്നിയായിരുന്നു. അതുകൊണ്ടല്ലേ ഇയാളുടെ കാരണവരായ, ഇയാളുടെ കൂടപ്പിറപ്പായ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞിട്ടുണ്ട്. പാടി സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനായി. അതാണ് സുന്നികൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നിയായിരുന്നു. അതന്നെ നമ്മളും പറയാനുള്ളത്. കാരണം മുത്തുനബി ഈ 3 കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു ഉമർ തങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, നബി തങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്തരം ആശയങ്ങൾ സുന്നികളുടെ മുമ്പിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ പറയാനുള്ളത്, ഒരിക്കലും സുന്നികൾ തളരുന്നവരല്ല. ഈബൽസിയൻ സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട് 100 വട്ടം 1000 വട്ടമൊക്കെ നിങ്ങൾ ഇങ്ങനെ കളവ് പറഞ്ഞ് സുന്നികൾ അങ്ങനെ ചെയ്യുന്നവരാണ് എന്ന് വരുത്തി തീർത്താലും വിശ്വാസം രൂഢമൂലമാക്കി എല്ലാം അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിച്ച് സഹായം തേടുന്നവരാണ് സുന്നികൾ. അള്ളാഹു ഇത്തരം ആളുകളുടെ ശർറിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.